വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അഞ്ജലി ദേവദാസ് ബയോ ഹബ്. സോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ 23-5 കോഡ് എ കേരള സെറ്റ് സുവോളജി ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി ഈ ഒരു വീഡിയോയിൽ നമ്മൾ ബാക്കി ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഫസ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഹോമിനിഡ് സ്പീഷീസ്? ഇതിൽ ഏതാണ് ഹോമിനിഡ് സ്പീഷീസ് അല്ലാത്തത്? ഏതാണ്? ഓപ്ഷൻ ഡി, പാൻ ട്രോഗ്ലോഡൈറ്റീസ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ടേം എക്കോസിസ്റ്റം വാസ് കോയിൻഡ് ബൈ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് രണ്ടെണ്ണം ഫെമിലർ ആയിട്ടുള്ളൊരു പേരാണ്. ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും നമുക്ക് കൂടുതൽ നമ്മൾ ഓപ്ഷൻ ബിയിലേക്ക് പോകാനാ ചാൻസ് അല്ലേ. പക്ഷെ യൂജിൻ ഓഡം എന്ന് പറയുന്നത് അദ്ദേഹം എക്കോളജിയുടെ ഫാദർ ആണ്. ഫാദർ ഓഫ് എക്കോളജി ആണ് യൂജിൻ ഓഡം എന്ന് പറയുന്നത്. എക്കോസിസ്റ്റം എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്തിരിക്കുന്ന ആരാണ്? ഏതാണ്? ഓപ്ഷൻ എ ജി ടാൻസ്ലി. അടുത്ത ക്വസ്റ്റ്യൻ, ദ വൈറ്റമിൻ റിക്വയർഡ് ഫോർ ബ്ലഡ് ക്ലോട്ടിങ്. ഇപ്പൊ ബ്ലഡ് ക്ലോട്ടിങ്ങിന് ആവശ്യമുള്ള വൈറ്റമിൻ ഏതാണ്? അപ്പൊ ഇതിൽ നമുക്ക് ഓപ്ഷൻ ഡി വേണമെങ്കിൽ ഡൗട്ട് അടിക്കാൻ ചാൻസ് ഉണ്ട് ഇല്ലേ. വൈറ്റമിൻ B12 എന്നൊക്കെ കാണിക്കുമ്പോൾ ഡിഫറെന്റ് ആയിട്ട് തോന്നി വേണമെങ്കിൽ ഓപ്ഷൻ മാർക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പക്ഷെ വൈറ്റമിൻ കെ ആണ് റൈറ്റ് ആൻസർ. സോ ഓപ്ഷൻ സി, വൈറ്റമിൻ കെ. അടുത്തത്, ഹൗ മെനി പെയർ ഓഫ് സോമേറ്റ്സ് ആർ സീൻ ഇൻ 24-hour ചിക്ക് എംബ്രിയോ? എത്ര പെയർ ഓഫ് സോമേറ്റ്സ് ആണ് കാണുന്നത് 24-hour ചിക്ക് എംബ്രിയോ? ഏതാണ്? ഓപ്ഷൻ ബി, 4. അടുത്ത ക്വസ്റ്റ്യൻ, ZWZZ ടൈപ്പ് സെക്സ് ഡിറ്റർമിനേഷൻ. ഇത് കേൾക്കുമ്പോൾ തന്നെ ഓടി മാർക്ക് ചെയ്യുക ബേർഡ്സിന്റെ ആണ്. ഓക്കെ, ബേർഡ്സിന്റെ സെക്സ് ഡിറ്റർമിനേഷൻ ആണ് എന്ത്? ZWZZ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതില് പ്രത്യേകത എന്ന് വെച്ചാൽ ഫീമെയിൽസ് എന്താണ്? ഹെട്രോസൈഗസ് ആണ് ഈ ഒരു ബേർഡ്സിന്റെ കേസിൽ. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്റ്റിങ്ക്ട് മാമൽ ലൈക്ക് റെപ്റ്റൈൽസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ സബ് ക്ലാസ്. എക്സ്റ്റിങ്ക്ട് മാമൽ ലൈക്ക് റെപ്റ്റൈൽസ് ഏത് സബ് ക്ലാസ്സിലാണ് ഉള്ളത്? ഏതിലാണ്? ഓപ്ഷൻ എ, സിനാപ്സിഡ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ് ആണ്. അതില് ടൈഡൽ വോളിയം തന്നിട്ടുണ്ട്, ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം തന്നിട്ടുണ്ട്, വൈറ്റൽ കപ്പാസിറ്റി തന്നിട്ടുണ്ട്, റെസിഡിയൽ വോളിയം തന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏതായിരിക്കുള്ളൂ? ഇപ്പൊ ടൈഡൽ വോളിയം എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും കുറവ്. അപ്പൊ 500 ml വന്നേക്കുന്നത് ഏതാണ്? അല്ലെങ്കിൽ വൈറ്റൽ കപ്പാസിറ്റി ഓർത്താൽ മതി, മാക്സിമം കപ്പാസിറ്റി. അപ്പോൾ ഏറ്റവും കൂടുതൽ ഏതാണ് നോക്കിയാൽ മതി. അപ്പൊ ഏതാണ്? 4500 ml. അപ്പോ C1 വന്നേക്കണ ഏതാണ് നോക്കിക്കേ? ഓപ്ഷൻ എ ആണ്. അങ്ങനെ നമുക്കത് കൺസിഡർ ചെയ്യാം. അങ്ങനെ അത് പെട്ടെന്ന് മാർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ടൈഡൽ വോളിയം എന്ന് പറയുന്നത് 500 ml ആണ്. ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം എന്ന് പറയുന്നത് 2500 ഒടുങ്ങി 3000 ml ആണ്. വൈറ്റൽ കപ്പാസിറ്റി ആണ് 4500 ml എന്ന് പറയുന്നത്. റെസിഡ്യൂൽ വോളിയം ആണ് 1100 ഒടുങ്ങി 1200 ml. സോ ആൻസർ ഓപ്ഷൻ എ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ മീഡിയൻ ഓഫ് ദ ഫോളോയിങ് ഡാറ്റ സെറ്റ്. ഏതാണ്? ഓപ്ഷൻ ബി, 6. ഇനി അടുത്തത്, ദ അമിനോ ആസിഡ് വിച്ച് ആർ കോഡഡ് ബൈ എ സിംഗിൾ കോഡോൺ. സിംഗിൾ കോഡോൺ കൊണ്ട് കോഡ് ചെയ്തിരിക്കുന്ന അമിനോ ആസിഡ് ഏതാണ്? ഓപ്ഷൻ ബി, ട്രിപ്റ്റോഫാൻ ആൻഡ് മെത്തിയോണിൻ. ഏതാണ്? ട്രിപ്റ്റോഫാൻ ആൻഡ് മെത്തിയോണിൻ. അടുത്തത്, ഹോഴ്സ് ബിലോങ് ടു ദ ഓർഡർ. ഇത് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. പെരിസോഡാക്റ്റൈല എന്ന് പറയുമ്പോൾ തന്നെ ഹോഴ്സിന്റെ ആണ്. ഹോഴ്സിന്റെ ഓർഡർ ആണ് പെരിസോഡാക്റ്റൈല എന്ന് പറയുന്നത്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ബിലോങ് ടു ഓർഡർ റിംഗോസെഫാലിയ. റിംഗോസെഫാലിയ ഏതാണ്? ഓപ്ഷൻ എ, സ്മീഡൺ. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സെക്കൻഡറി മെസ്സഞ്ചർ. അതിൽ നമ്മൾ കാൽസ്യവും ഈനോസിറ്റോൾ ട്രൈഫോസ്ഫേറ്റ് ഇതൊക്കെ നമ്മൾ സെക്കൻഡറി മെസ്സഞ്ചർ ആയിട്ട് കേട്ടിട്ടുള്ളതാണ്. പിന്നെയും ഡൗട്ട് വരുന്നത് CAMPയും അല്ലെങ്കിൽ Na+ ഏതാണെന്നാണ്. പക്ഷെ ഒട്ടും നമുക്ക് കേൾക്കാത്തതാണ് Na+. സോ അതോർത്ത് നോക്കിയാൽ മതി. അപ്പൊ സെക്കൻഡറി മെസ്സഞ്ചർ അല്ലാത്തതാണ് ഏത്? Na+. ഓപ്ഷൻ ഡി. അടുത്തത്, പോളിത്തീൻ ക്രോമസോം ഈസ് ഫൗണ്ട് ഇൻ. പോളിത്തീൻ എന്ന് പറയുമ്പോൾ തന്നെ ഡ്രോസോഫിലയുടെ സലേവറി ഗ്ലാൻഡ്. അത് നോർത്ത് കണക്ട് ചെയ്താൽ മതി. അപ്പോൾ പോളിത്തീൻ ക്രോമസോം എവിടെയാണ് ഉള്ളത്? ഡ്രോസോഫിലയുടെ സലേവറി ഗ്ലാൻഡിലാണ് ഉള്ളത്. ഓപ്ഷൻ ബി. അടുത്തത്, ജേം പ്ലാസം തിയറി. ജേം പ്ലാസം തിയറി ആരാണ് പ്രപ്പോസ് ചെയ്തത്? അപ്പൊ നമുക്ക് കുറച്ച് ഡാർവിൻ അല്ലാന്ന് ഓൾറെഡി ഉറപ്പാണ്. പിന്നെയും കൺഫ്യൂഷൻ വരണമെങ്കിൽ ആരായിരിക്കും? ഹ്യൂഗോ ഡീവ്രീസ് ആണോ ഓഗസ്റ്റ് വെയ്സ്മാൻ ആണോ എന്നൊരു ഡൗട്ട് വരും. അപ്പൊ നിങ്ങൾ ഓർത്താൽ മതി ജേം പ്ലാസം. അപ്പൊ ജേംസ് എന്ന് പറയുമ്പോൾ അതേ ഓഗസ്റ്റ് വെയ്സ്മാൻ. അപ്പൊ ഒരു വേസ്റ്റ് എന്നൊക്കെ ഓർത്താൽ മതി, ജേംസ് വേസ്റ്റ്. അപ്പൊ ഓഗസ്റ്റ് വെയ്സ്മാൻ ആണ് ജേം പ്ലാസം തിയറി പ്രപ്പോസ് ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ, സി വാല്യൂ പാരഡോക്സ് എന്ന് വെച്ചാൽ എന്താണ്? സി വാല്യൂ പാരഡോക്സ് റെഫേഴ്സ് ടു. ഓക്കെ, അപ്പൊ സി വാല്യൂ പാരഡോക്സ് റെഫേഴ്സ് ടു ഏതാണ്? ഓപ്ഷൻ ബി, ടോട്ടൽ DNA കണ്ടന്റ് ഓഫ് ഹാപ്ലോയിഡ് ജീനോം. ഏതാണ്? ഹാപ്ലോയിഡ് ജീനോം.
അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ പെയർ ഓഫ് വൈറൽ ഡിസീസ്. ഇതിൽ വൈറൽ ഡിസീസ്, അപ്പൊ നമുക്ക് എയ്ഡ്സ് എന്തായാലും വൈറൽ ഡിസീസ് ആണെന്ന് അറിയാം, അതുപോലെ കോൾഡും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഏതാണ്? ഓപ്ഷൻ ബി കോമൺ കോൾഡ് ആൻഡ് എയ്ഡ്സ്. അടുത്തത് ദ പെർമിസിബിൾ നോയ്സ് ലെവൽ ഫോർ കൊമേഴ്ഷ്യൽ സോൺ ഇൻ ഡേ ടൈം ഇൻ ഇന്ത്യ ഏതാണ്? ഓപ്ഷൻ എ 75 dB. അടുത്തത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഓഫ് പ്ലാസ്മോഡിയം വൈവാസ് ഒക്കർ ഇൻ, എവിടെയാണ് ഒക്കർ ചെയ്യുന്നത്? പ്ലാസ്മോഡിയം വൈവാസിന്റെ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് എവിടെയാണ്? ഓപ്ഷൻ സി ഇൻറ്റസ്റ്റൈൻ ഓഫ് മോസ്കിറ്റോ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫ്രീക്വൻസി ഓഫ് എ ഡോമിനന്റ് അലീൽ ഇൻ എ മെൻഡലിയൻ പോപ്പുലേഷൻ is 0.6. കാൽക്കുലേറ്റ് ദ ഫ്രീക്വൻസി ഓഫ് ഹെട്രോസൈഗസ് ഇൻഡിവിജ്വൽ ഇൻ എ പോപ്പുലേഷൻ. ഇതാണ് ഓപ്ഷൻ എ 0.48. അടുത്തത് ഇൻ എ ബാച്ച് ഓഫ് 15 സ്റ്റുഡൻറ് 3 ഹാവ് ഫെയിൽഡ്. ദ മാർക്ക് ഓഫ് ദ സക്സസ്ഫുൾ കാൻഡിഡേറ്റ് വെയർ 76, 49, 52, 61, 44, 54, 89, 74, 55, 64, 59 ആൻഡ് 57. ഫൈൻഡ് ദ മീഡിയൻ മാർക്സ്. ഏതാണ്? ഓപ്ഷൻ എ 55. അടുത്തത് നാഷണൽ പാർക്ക് വേർ വൺ ഹോൺഡ് റൈനോസേഴ്സ് ഉള്ളത് എവിടെയാണ്? വൺ ഹോൺഡ് റൈനോസേഴ്സ് ഉള്ളത് കാശിരംഗ നാഷണൽ പാർക്കിലാണ്. ഓപ്ഷൻ സി കാശിരംഗ നാഷണൽ പാർക്ക്. അടുത്ത വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ അണ്ടർഗോ ബീറ്റ ഓക്സിഡേഷൻ. ബീറ്റ ഓക്സിഡേഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഫാറ്റി ആസിഡ് ആയിട്ട് റിലേറ്റ് ചെയ്തതാണ്. അപ്പൊ ഇതിലെല്ലാവരും വരും ഓൾ ഓഫ് ദീസ്. ഓപ്ഷൻ ഡി, അതായത് മോണോ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്, പോളി സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്, സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്. അടുത്തത് TRNA വാസ് ഡിസ്കവർഡ് ബൈ. TRNA ആരാണ് ഡിസ്കവർ ചെയ്തത്? ഓപ്ഷൻ എ പോൾ സാമിറ്റ്നിക്. അടുത്തത് സെൻട്രോലിസിത്തൽ എഗ്. സെൻട്രോലിസിത്തൽ എഗ് ഇതിൽ ആർക്കാണ് ഉള്ളത്? ഫ്രോഗിന്റെ കേസിൽ നമുക്കറിയാം ഇതൊക്കെ മീസോലിസിത്തൽ ആയിരുന്നു. അപ്പൊ സെൻട്രോലിസിത്തൽ എഗ് എവിടെയാണ് വന്നത്? ഡ്രോസോഫിലയുടെ കേസിലാണ് സെൻട്രോലിസിത്തൽ എഗ് വന്നത്. ഓക്കെ, അപ്പൊ സെൻട്രോലിസിത്തൽ എഗ് ആർ ഫൗണ്ട് ഇൻ ഓപ്ഷൻ ഡി ഡ്രോസോഫില. ഇനി അടുത്തത് പോളിസ്പെർമി. പോളിസ്പെർമി എവിടെയാണ് ഉള്ളത്? പോളിസ്പെർമി ഫൗണ്ട് ഇൻ എല്ലാത്തിലും ഉണ്ട്, ബേർഡ്സിലും റെപ്റ്റൈൽസിലും കാർട്ടിലിജിനസ് ഫിഷസിലൊക്കെ പോളിസ്പെർമി ഉണ്ട്. ഇനി വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബോട്ടിൽ നെക്ക് എഫക്റ്റ് ആൻഡ് ഫൗണ്ടർ എഫക്റ്റ്? ബോട്ടിൽ നെക്ക് എഫക്റ്റും ഫൗണ്ടർ എഫക്റ്റ് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഏതാണ്? ഓപ്ഷൻ എ ബോട്ടിൽ നെക്ക് എഫക്റ്റ് ഈസ് കോസ്ഡ് ബൈ എ കാറ്റാസ്ട്രോഫിക് ഇവന്റ് while founder effect is caused by a group of individual establishing a new population. അപ്പോൾ ഫൗണ്ടർ എഫക്റ്റ് നടക്കുന്നത് എപ്പോഴാണ്? ഫൗണ്ടർ എഫക്റ്റ് കോസ് ചെയ്യുന്നത് ബൈ എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽ എസ്റ്റാബ്ലിഷിംഗ് എ ന്യൂ പോപ്പുലേഷൻ, വൈൽ ബോട്ടിൽ നെക്ക് എഫക്റ്റ് ഈസ് കോസ്ഡ് ബൈ എ കാറ്റാസ്ട്രോഫിക് ഇവന്റ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ നോട്ട് ട്രൂ അബൌട്ട് സ്നീഡൻ? ഏതാണ്? അതായത് ഇറ്റ് ഈസ് ദ ഓൺലി ലിവിംഗ് മെമ്പർ ഓഫ് ഓർഡർ റിംഗോസെഫാലിയ. അതെ, അത് കറക്റ്റ് ആണ്. അതിന് പാരൈറ്റലായി ഉണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ഓൺലി ഫൗണ്ട് ഇൻ ന്യൂസിലാൻഡ്. അതും കറക്റ്റ് ആണ്. ഇത് ഷോസ് കോസ്മോപൊളിറ്റൻ ഡിസ്ട്രിബ്യൂഷൻ. ഇത് എല്ലായിടത്തും കാണോ? ഇല്ല, ഇത് ന്യൂസിലാൻഡിൽ മാത്രമാണ് ഉള്ളത്. സോ ഇതിന്റെ ആൻസർ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് നോട്ട് ട്രൂ അല്ല. ഓപ്ഷൻ ബി 4 ഓൺലി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. lateral ventricles are connected to third ventricle. lateral ventricles connected ചെയ്തിരിക്കുന്നത് third ventricle by ഏതാണ്? foramen of Monro. ഓപ്ഷൻ എ. അടുത്ത വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ സെഡിമെന്ററി സൈക്കിൾസ്? ഇത്രയും സൈക്കിളിൽ സെഡിമെന്ററി സൈക്കിൾ ഏതാണ്? ഓപ്ഷൻ ബി 1 and 2 ഓൺലി. സൾഫർ സൈക്കിളും ഫോസ്ഫറസ് സൈക്കിളും. അടുത്തത് ഇന്റർനാഷണൽ അഗ്രിമെന്റ് വിച്ച് എയിം ടു പ്രൊട്ടക്ട് ഓസോൺ ലെയർ ബൈ ഫേസിംഗ് ഔട്ട് ദ പ്രൊഡക്ഷൻ ആൻഡ് കൺസപ്ഷൻ ഓഫ് ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസ്. ഏതാണ്? ഓപ്ഷൻ സി മോൺട്രിയൽ പ്രോട്ടോകോൾ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ വിച്ച് വർക്ക് ടു പ്രൊട്ടക്ട് ആൻഡ് റീസ്റ്റോർ ദ വേൾഡ് വെറ്റ്ലാൻഡ്. ഏതാണ്? ഓപ്ഷൻ ഡി നേച്ചർ കൺസർവൻസി. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് ലേണിംഗ് ഇൻവോൾവ് സഡൻ പ്രോബ്ലം സോൾവിംഗ്? സഡൻ പ്രോബ്ലം സോൾവിംഗ് എന്ന് പറയുമ്പോൾ തന്നെ ഏതാണ്? ജസ്റ്റാൾഡിന്റെ ആണ്. ജസ്റ്റാൾഡിന്റെ ഏതായിരുന്നു? ഇൻസൈറ്റ് ലേണിംഗ്. അപ്പൊ ഓപ്ഷൻ എ ഇൻസൈറ്റ് ലേണിംഗ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ്. ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഫൈസാലിയ എന്ന് പറയുമ്പോൾ തന്നെ പോർച്ചുഗീസ് മാൻ ഓഫ് വാർ ആണ്. അപ്പൊ B1 വന്നത് ഏതാണ്? നോക്കിക്കേ, B1 ആകെ ഓപ്ഷൻ ബിയിൽ മാത്രം വന്നിട്ടുണ്ട്. അത് കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്തോ. ഫൈസാലിയ എന്ന് പറയുന്നത് പോർച്ചുഗീസ് മാൻ ഓഫ് വാർ. യൂപ്ലക്റ്റല എന്ന് പറയുന്നത് വീനസ് ഫ്ലവർ ബാസ്ക്കറ്റ് ആണ്. അതായത് നമ്മളുടെ എന്താണ് ജപ്പാനിലുള്ളവര് വെഡിങ് സെറിമണിയിൽ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിരുന്ന ഒരു സാധനമാണ് ഈ ഒരു യൂപ്ലക്റ്റല എന്ന് പറയുന്നത്. പിന്നെ മിയാൻഡ്രിന എന്ന് പറയുന്നത് ബ്രെയിൻ കോറൽ ആണ്. അഡാംസിയ എന്ന് പറയുന്നത് സീ ആനിമൺ. ഈ ഒരു അഡാംസിയ സീ ആനിമൺ എന്നുള്ളത് നിങ്ങൾക്ക് ഓപ്ഷൻ കിട്ടും ഇല്ലേ? D3. പക്ഷെ D3 2 വന്നിട്ടുണ്ട്. അതിനേക്കാളും എളുപ്പമായിട്ട് ഫൈസാലിയ പോർച്ചുഗീസ് മാൻ ഓഫ് വാർ ആണെന്ന് അറിയണതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഓപ്ഷൻ ബി ആണെന്ന് അറിയാൻ സാധിക്കും. ഓക്കെ, ഇനി അടുത്തത് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ യൂസ് ടു കമ്പയർ ദ മീൻസ് ഓഫ് 3 or more ഇൻഡിപെൻഡന്റ് സാമ്പിൾ. ഏതാണ്? ഓപ്ഷൻ എ വൺ വേ അനോവ.
അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ട് എസ് എ പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസ് എൻസൈം? ഏതാണ്? ഓപ്ഷൻ ഡി ബോത്ത് എ ആൻഡ് ബി. അതായത് 23S rRNA ഇൻ പ്രോക്യാരിയോട്സ് ആൻഡ് 5.8S rRNA ഇൻ പ്രോക്യാരിയോട്സ്. അടുത്തത് ഡ്യൂറിംഗ് മിയോസിസ് റിഡക്ഷൻ ഇൻ ദ ക്രോമസോം നമ്പർ ഒക്കർ ഡ്യൂറിംഗ് ഓപ്ഷൻ എ അനാഫേസ് 1. അടുത്തത് മോസ്റ്റ് കോമൺലി മ്യൂട്ടേറ്റഡ് ട്യൂമർ സപ്രസർ ജീൻ ഇൻ ഹ്യൂമൻ? ഏതാണ്? ഓപ്ഷൻ എ P53. അടുത്ത വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഓട്ടോസോമൽ ഡൊമിനന്റ് ഡിസോർഡർ? ഏതാണ്? സിക്കിൾ സെൽ അനീമിയ റെസസീവ് ആണ്, ഡൊമിനന്റ് ആണ് അവർ ചോദിച്ചേക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ ഡി മൈസ്തേനിയ ഗ്രാവിസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ട് എസ് ദ ബെസ്റ്റ് ഇൻഡിക്കേറ്റർ ഓഫ് പൊല്യൂഷൻ ഇൻ സ്ട്രീംസ്? ഏതാണ്? ഓപ്ഷൻ സി പ്ലാങ്ക്ടൺ. അടുത്തത് അസേർഷൻ പിരമിഡ് ഓഫ് എനർജി ഈസ് ഓൾവേസ് അപ്രൈറ്റ്? ഏതാണ്? അത് കറക്റ്റ് ആണ്. പിരമിഡ് ഓഫ് എനർജി എന്ന് പറയുന്നത് അപ്രൈറ്റ് ആണ്. അടുത്ത റീസൺ എന്താണ്? എനർജി ഈസ് കോൺസ്റ്റന്റ്ലി ലോസ്റ്റ് ആസ് ഹീറ്റ് വെൻ ഇറ്റ് ട്രാവൽ ഫ്രം വൺ ട്രോപ്പിക് ലെവൽ ടു നെക്സ്റ്റ്. അത് കറക്റ്റ് ആണല്ലോ. സോ ഏതാണ്? ഓപ്ഷൻ എ ബോത്ത് എ ആൻഡ് ആർ ട്രൂ ആൻഡ് ആർ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. അടുത്ത ക്വസ്റ്റ്യൻ എക്സ്റ്റിങ്ഷൻ ഓഫ് കീസ്റ്റോൺ സ്പീഷീസ് ഇൻ എ കമ്മ്യൂണിറ്റി വിൽ റിസൾട്ട് ഇൻ? എന്ത് സംഭവിക്കും? കീസ്റ്റോൺ സ്പീഷീസ് പോയി കഴിഞ്ഞാൽ തന്നെ എന്ത് സംഭവിക്കും? അവിടെയുള്ള സ്പീഷീസ് ഡൈവേഴ്സിറ്റി എന്ത് ചെയ്യും? ഡിക്ലൈൻ ചെയ്യും. അപ്പോൾ ഓപ്ഷൻ എ ഡിക്ലൈൻ ഇൻ സ്പീഷീസ് ഡൈവേഴ്സിറ്റി. അടുത്തത് ഇൻ STS പേജ് പ്രോട്ടീൻ സാമ്പിൾ ഇസ് ട്രീറ്റഡ് വിത്ത് STS ഫോർ എന്തിനാണ്? ഓപ്ഷൻ ബി മേക്കിംഗ് ദ പ്രോട്ടീൻ നെഗറ്റീവ്ലി ചാർജ്ഡ്. അടുത്തത് കാർബോണിക് അൺഹൈഡ്രേസ് എവിടെയാണ് ഉള്ളത്? കാർബോണിക് അൺഹൈഡ്രേസ് ഇസ് പ്രസന്റ് ഇൻ ഓപ്ഷൻ ബി RBC. അടുത്തത് ക്വസ്റ്റ്യൻ മെർമെയ്ഡ് പേഴ്സ് ഈസ് ഫൗണ്ട് ഇൻ? എവിടെയൊക്കെയാണ് മെർമെയ്ഡ് പേഴ്സ് ഉള്ളത്? ഓപ്ഷൻ സി 1, 2 and 3 ഓൺലി, ദാറ്റ് ഈസ് ഗ്രൗണ്ട് ഷാർക്ക്, സ്കേറ്റ്, കൈമേറാസ്. അടുത്തത് റോ എഗ് വൈറ്റ് കണ്ടെയ്ൻ എ പ്രോട്ടീൻ കോൾഡ് അവിഡിൻ. അപ്പോൾ റോ എഗ് വൈറ്റിൽ എന്താണുള്ളത്? അവിഡിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ഉണ്ട് വിച്ച് മേ ബ്ലോക്ക് ദ അബ്സോർപ്ഷൻ ഓഫ് എന്താണ്? ഓപ്ഷൻ എ ബയോട്ടിൻ. അടുത്തത് സൈനൈഡ് എന്ന് പറയുന്നത് ഒരു നോൺ കോമ്പറ്റീറ്റീവ് ഇൻഹിബിറ്റർ ഓഫ് ദി എൻസൈം. ഏത് എൻസൈമിന്റെ നോൺ കോമ്പറ്റീറ്റീവ് ഇൻഹിബിറ്റർ ആണ് സൈനൈഡ്? ഓപ്ഷൻ എ സൈറ്റോക്രോം C ഓക്സിഡേസ്. ഇനി ഹ്യൂമൻ പ്ലാസിന്റെ ബിലോങ്സ് ടു? ഹ്യൂമൻ പ്ലാസിന്റെ ഏതിലാണ് ബിലോങ്സ് ചെയ്തേക്കുന്നത്? ഏതിലാണ്? 1, 2 and 3 ഓൺലി, ഓപ്ഷൻ സി. അതായത് എപ്പിത്തീലിയോ കൊറിയൽ, ഹീമോകൊറിയൽ ആൻഡ് മെറ്റാഡിസ്കോയിഡൽ. ഇനി ഗ്യാസ്ട്രോയിലുള്ള പോർ ഏതാണ്? ബ്ലാസ്റ്റോപോർ. ഓക്കെ, ഇറ്റ് ഈസ് നോൺ ആസ് ബ്ലാസ്റ്റോ. ഓപ്ഷൻ എ ബ്ലാസ്റ്റോപോർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസോർഡർ ഈസ് കോസ്ഡ് ഡ്യൂ ടു ക്രോമസോമൽ അബറേഷൻ? അതിൽ പെട്ടെന്ന് നമുക്ക് കിട്ടുന്നത് ക്രിഡുചാറ്റ് സിൻഡ്രോം ആണ്. അപ്പോൾ 2 എന്തായാലും ഓൾറെഡി ഉണ്ട്. അതുകൂടാതെ ഓപ്ഷൻ ബി 2 and 3 ഓൺലി. അപ്പൊ CML ആൻഡ് ക്രിഡുചാറ്റ് സിൻഡ്രോം ആണ് ക്രോമസോമൽ അബറേഷനിൽ വന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ദ ഫേസ് ഓഫ് മിയോസിസ് ഇൻ വിച്ച് ഹോമോലോഗസ് ക്രോമസോം എക്സ്ചേഞ്ച് ജനറ്റിക് ഇൻഫോർമേഷൻ? ഏതാണ്? പ്രോഫേസ് 1. ഓപ്ഷൻ എ പ്രോഫേസ് 1. അടുത്തത് പ്രോട്ടീൻ റിച്ച് റീജിയൻ ഓഫ് ക്രോമസോം ക്യാൻ ബി ഹൈലൈറ്റഡ് ബൈ? ഓപ്ഷൻ ബി G ബാൻഡിങ്. അടുത്തത് എക്സ്റ്റിങ്ഷൻ ഓഫ് ഡൈനോസേഴ്സ് വാസ് ഡ്യൂറിംഗ്? ഡൈനോസേഴ്സ് ഉണ്ടായിരുന്ന സമയം, അതായത് മര്യാദക്ക് എസ്റ്റാബ്ലിഷ് ചെയ്തത് ജുറാസിക് ടൈമിലായിരുന്നു. അത് എക്സ്റ്റിൻഡ് ആയത് ക്രിട്ടീഷ്യസ് പീരീഡിലായിരുന്നു. സോ ഓപ്ഷൻ എ ക്രിട്ടീഷ്യസ്. അടുത്തത് a plant is heterozygous for albinism which is recessive character. This plant is self-crossed and 300 seeds were obtained. How many of them would be homozygous for the dominant character green? Option A 75. The codon known as opal. Opal ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഏതാണ്? UGA നെയാണ് opal എന്ന് പറയുന്നത്. codon known as opal ആണ് UGA. ഓപ്ഷൻ ബി. The prosthetic group of NADH dehydrogenase ഏതാണ്? FMN. ഓക്കെ, ഓപ്ഷൻ സി FMN. ഇനി എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് ഏതാണ്? ലീനോലേനിക് ആസിഡും ലീനോലെയിക് ആസിഡ് ആണ് എസെൻഷ്യൽ ഫാറ്റി ആസിഡ്. സോ ഓപ്ഷൻ ഡി ബോത്ത് A and B. അടുത്തത് സൈക്ലോമോർഫോസിസ് ഈസ് എക്സിബിറ്റഡ് ബൈ? ആർക്കാണ്? ഡാഫ്നിയൊക്കെ ഉള്ള ഒരു പ്രത്യേകതയാണ് സൈക്ലോമോർഫോസിസ്. റാഡുല എന്ന് കേൾക്കുമ്പോൾ തന്നെ ഉറപ്പിച്ചോ, റാസ്പിംഗ് ഓർഗൻ എവിടെയുള്ളത്? മൊലൂസ്കയിലാണ് റാഡുല എന്ന് പറയുന്ന റാസ്പിംഗ് ഓർഗൻ ഉള്ളത്. അടുത്തത് ആൽഫ ഓക്സിഡേഷൻ ഓഫ് ഫാറ്റി ആസിഡ് മെയിൻലി ഒക്കറിൻ എവിടെയാണ്? ബ്രെയിനിലാണ് ഫാറ്റി ആസിഡിന്റെ ആൽഫ ഓക്സിഡേഷൻ നടക്കുന്നത്. ന്യൂറോജനിക് ഹാർട്ട് എവിടെയാണ് ഉള്ളത്? ഇറ്റ് ഇസ് ഫൗണ്ട് ഇൻ ഓപ്ഷൻ ബി ക്രസ്റ്റേഷ്യൻസ്. വിച്ച് പാർട്ട് ഓഫ് ദ ബ്രെയിൻ ട്രാൻസ്ലേറ്റ് തോട്ട് ഇൻ ടു സ്പീച്ച്? ഏതാണ്? ഓപ്ഷൻ എ ബ്രോക്കാസ് ഏരിയ. ആന്റിബോഡി എന്ന് പറയുന്നത് എന്താണ്? ആന്റിബോഡി ദേ ആർ ഗ്ലൈക്കോപ്രോട്ടീൻസ്. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇനി അടുത്തത് an evolutionary change of a single lineage where one taxon is replaced by another without ranging. ഏതാണ്? ഓപ്ഷൻ എ അനാജനസിസ്. Which of the following is an omega-3 fatty acid? Omega-3 fatty acid ഇതിൽ ഏതാണ്? ഓപ്ഷൻ ഡി ഐക്കോസാപെന്റനോയിക് ആസിഡ്. അടുത്ത ക്വസ്റ്റ്യൻ which lipoprotein is responsible for transporting dietary lipid from the intestine to liver cells? ഓപ്ഷൻ ഡി chylomicrons. അടുത്തത് which of the following is most commonly used in molecular systematically എപ്പോഴും ഉപയോഗിക്കുന്നത് ഏതാണ്? റൈബോസോമൽ DNA. അടുത്തത് അല്ലോസൈൻ പോളിമോർഫിസം is most useful for studying?
ഓപ്ഷൻ സി ഹൈലി കൺസേർവ്ഡ് പ്രോട്ടീൻസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ DNA barcoding the term cryptic species refers to species that ഓപ്ഷൻ ഡി ആർ ഡിഫിക്കൽട്ട് ടു ഐഡന്റിഫൈ ബേസ്ഡ് ഓൺ ദർ മോർഫോളജിക്കൽ ക്യാരക്ടർ. അപ്പോൾ ക്രിപ്റ്റിക് സ്പീഷീസ് എന്ന് വെച്ചാൽ എന്താണ്, നമുക്ക് അവരെ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സിന് ബേസ് ചെയ്ത് അവരെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ളവരെയാണ് ക്രിപ്റ്റിക് സ്പീഷീസ് എന്ന് പറയുന്നത്. അടുത്തത് പേഴ്സീൻ നെറ്റ് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഇറ്റ് ഈസ് യൂസ് ടു ക്യാച്ച്. ഓപ്ഷൻ സി ട്യൂണ ആൻഡ് അതർ പെലാജിക് ഫിഷ്. And the last question, which of the following BLAST program is used to compare a nucleotide query sequence to a protein database? Is an option C, T-BLAST. Okay, thank you.